ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇപ്പൊ കുറേ ദിവസത്തിന് ശേഷമാട്ടോ ഇന്ന് ഞാൻ ഒരു വീഡിയോയുമായി വന്നിട്ടുള്ളത്. ഇന്നും കുറച്ച് ടിപ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ടിപ്പ് നമ്പർ 1. ഞാൻ നമ്മുടെ ചാർജറിന്റെ വൈറ്റ് പിന്നാട്ട് എടുത്തിട്ടുള്ളത്. കേബിളൊക്കെ കുത്തണ ഈ പിന്നെ വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴുക്ക് പിടിക്കാനും അതേപോലെ തന്നെ ഇതിന്റെ കളറൊക്കെ ഒന്ന് മങ്ങിയിട്ട് ഒരു യെല്ലോയിഷ് കളറൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പിന്നെ നമുക്ക് ക്ലീൻ ആക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പാട്ടോ ഞാൻ പറയാൻ പോണത്. ഈ വൈറ്റ് പിന്നെ നമുക്ക് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുക്കണേ വൈറ്റ് ടൂത്ത് പേസ്റ്റ് ആട്ടോ. വൈറ്റ് പേസ്റ്റ് തന്നെ എടുക്കാൻ നോക്കുക. എന്നിട്ട് കുറച്ച് പേസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് ടിഷ്യൂയിലേക്ക് എടുക്കാം. ആ ടിഷ്യൂ കൊണ്ട് ആ പിന്ന് മുഴുവനായിട്ടൊന്ന് വൈപ്പ് ചെയ്യാം. ഈ വൈറ്റ് പേസ്റ്റ് കൊണ്ട് ക്ലീൻ ആക്കുന്നതുകൊണ്ട് തന്നെ അതുമ്പോൾ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ഡോട്ടായിട്ടുള്ള ഇങ്ങനെ ഓരോ അഴുക്ക് കണ്ടില്ലായിരുന്നു, അതൊക്കെ നല്ല പോലെ ക്ലീൻ ആയി കിട്ടും. ഈ ടിഷ്യൂ കൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വൈപ്പ് ചെയ്താൽ മതി. അപ്പം തന്നെ അതിമുള്ള അഴുക്കൊക്കെ ഇങ്ങനെ പോവും. ഇപ്പം ഇതാ പിന്ന് മുഴുവനായിട്ട് ഞാൻ നല്ല പോലെ വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ചാർജർ പിന്നെ നല്ല വൈറ്റ് കളറായിട്ടുണ്ട്. അപ്പൊ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ടിപ്പ് നമ്പർ 2. കുറച്ച് തക്കാളി ഞാൻ നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെച്ചതാണിത്. ഇനി നമുക്ക് ഇതിന്റെ നനവൊക്കെ ഒന്ന് നല്ല പോലെ തുടച്ചെടുക്കാം. ഒട്ടും നനവ് പാടില്ല. ഈ തക്കാളി നമ്മൾ ഇങ്ങനെ തന്നെ ഇങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വാടിപ്പോയി കണ്ട് കേട് വരുന്നതാണ്. അപ്പൊ ഈ തക്കാളി പെട്ടെന്ന് തന്നെ കേട് വരാതെ ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണിത്. ഇപ്പൊ ഞാൻ നമ്മൾ ഈ തക്കാളിയുടെ നനവൊക്കെ നല്ല പോലെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ടിഷ്യൂ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ എടുക്കുക. എന്നിട്ട് ഓരോ തക്കാളി വീതം എടുത്തിട്ട് ഈ ഓരോ ടിഷ്യൂവിൽ ഇങ്ങനെ പൊതിഞ്ഞു കൊടുക്കാം. തക്കാളി ഇതാ ടിഷ്യൂവിൽ പൊതിഞ്ഞതിന് ശേഷം അതിന്റെ നെറ്റ് ഭാഗം അടിയിക്ക് വരുന്ന രീതിയിൽ വേണം സ്റ്റോറേജ് ബോക്സിൽ വെക്കാനേ. ഇങ്ങനെ ടിഷ്യൂവിൽ പൊതിഞ്ഞ എല്ലാ തക്കാളിയും ഇതേപോലെ തന്നെ നെറ്റ് ഭാഗം അടിയിക്ക് വരുന്ന രീതിയിൽ ഈ ബോക്സിൽ വെക്കാം. 2 ദിവസം കൂടുമ്പോൾ നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഈ ടിഷ്യൂ ഒന്ന് മാറ്റി കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് നമ്മൾ തക്കാളി എടുത്ത് വെക്കുമ്പോൾ നമുക്ക് കുറച്ചു കാലം തക്കാളി ഒരു കേടും കൂടാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എടുത്ത് വെക്കാൻ പറ്റും. ടിപ്പ് നമ്പർ 3. ഞാൻ വെണ്ടക്ക എടുത്തിട്ട് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലെ നനവൊക്കെ ഒന്ന് കിച്ചൺ ടവൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തുടച്ചെടുക്കണം. നനവൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലെ ഓരോ വെണ്ടക്ക വീതം എടുത്തിട്ട് അതിന്റെ 2 സൈഡും ഉണ്ടല്ലോ, ആ 2 സൈഡും നമുക്ക് എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഇതുപോലെ എല്ലാ വെണ്ടക്കിന്റെ 2 സൈഡും ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഇപ്പൊ ഞാൻ എല്ലാ വെണ്ടക്കിന്റെയും സൈഡ് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ സ്റ്റോറേജ് ബോക്സ് എടുത്തിട്ട് ഈ വെണ്ടക്കൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ വെണ്ടക്ക ഇങ്ങനെ ഫ്രിഡ്ജിക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെണ്ടക്ക കുറെ കാലത്തിന് കേട് വരാതെ അതേപോലെ മൂക്കണ പ്രശ്നമൊക്കെ ഉണ്ടാവുമല്ലോ, വെണ്ടക്ക പെട്ടെന്ന് മൂത്ത് പോയില്ല, അങ്ങനെ മൂക്കാതൊക്കെ ഇരിക്കും. വെണ്ടക്ക ഇട്ട് വെച്ചിട്ട് ഈ ബോക്സ് നല്ല പോലെ ഒന്ന് അടച്ചു വെക്കണം. എന്നിട്ട് വേണം ഫ്രിഡ്ജിക്ക് വെക്കാനേ. ഇപ്പൊ വെണ്ടക്ക മൂത്ത് പോണ പ്രശ്നമില്ല, പെട്ടെന്ന് തന്നെ കേട് വരുന്ന പ്രശ്നം ഉണ്ടാവില്ല. ടിപ്പ് നമ്പർ 4. ഞാനിപ്പോ ഇതിന്റെ ഒരു റിങ് ഇട്ടിട്ടുണ്ട്. ഈ റിങ്ങിന്റെ ഈ ഒരു വിരലുമ്പോ ഭയങ്കര ടൈറ്റ് ആട്ടോ. നല്ല ടൈറ്റ് ആയി കിടക്കണോണ്ട് തന്നെ ഇത് ഊരിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ റിങ് വലിച്ചു ഊരിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ റിങ് നെളുങ്ങാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നെളുങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല ഊരിയെടുക്കുമ്പോൾ വിരലിൽ നല്ല വേദന ഉണ്ടാവും. അപ്പൊ ടൈറ്റ് ആയി കിടക്കണ ഈ റിങ് പെട്ടെന്ന് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ നമ്മുടെ വാസ്ലിൻ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ വാസ്ലിൻ കുറച്ചെടുത്തിട്ട് നമ്മൾ ആ വിരലിന്റെ ചുറ്റുഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം മുഴുവനായിട്ടൊന്ന് തേച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ റിങ് ഒന്ന് ഊരി നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഊരിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു ടൈറ്റ്നെസ്സും ഒരു ബുദ്ധിമുട്ടും ഇല്ല.
റിങ് ഊരിയെടുക്കാൻ മാത്രമല്ല ഈ ടൈറ്റ് ആയിട്ടുള്ള റിങ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇടാനും പറ്റുന്നുണ്ട്. നല്ലൊരു എഫക്റ്റീവ് ടിപ്പാണിത്. ഇടാൻ ബുദ്ധിമുട്ടുള്ള വളകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണിത്. ടിപ്പ് നമ്പർ 5. ഞാൻ 2 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. ഈ 2 വെളുത്തുള്ളി ഞാനൊന്ന് തൊലി കളഞ്ഞ് ഒന്ന് ചതച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നമ്മളെ ഒലീവ് ഓയിലിന്റെ കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒലീവ് ഓയിലിന്റെ കുപ്പിയിലേക്ക് നമ്മൾ ചതച്ച ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വെളുത്തുള്ളി നമ്മൾ ഈ ഒലീവ് ഓയിലിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ആ ഒലീവ് ഓയിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ നമ്മൾ ആ ഒലീവ് ഓയിൽ യൂസ് ചെയ്തുണ്ടാക്കുന്ന എന്ത് ഐറ്റം ആയിക്കോട്ടെ അതിലൊക്കെ ആ ഒരു ഗാർലിക്കിന്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അത് മാത്രമല്ല ഒലീവ് ഓയിൽ ഒരുപാട് കാലം നമുക്ക് കേടുവരാതെ സൂക്ഷിക്കാനും പറ്റും. എൻ്റെ ഈ ഒലീവ് ഓയിൽ ബോട്ടിൽ പുതിയതായതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് ഓയിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ 2 വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടത്. ഈ വെളുത്തുള്ളി മുഴുവൻ ഇട്ടതിന് ശേഷം ഈ കുപ്പി ഒന്ന് അടച്ചിട്ട് നല്ല പോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ ആ വെളുത്തുള്ളിയുടെ ഫ്ലേവേഴ്സ് എല്ലായിടത്തും എത്തുള്ളൂ. ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ലൊരു അടിപൊളി ടിപ്പാണ്. ടിപ്പ് നമ്പർ 6. ആ വെളുത്തുള്ളി ചതച്ചതൊന്ന് കയ്യിലെടുത്തപ്പോത്തിന് കൈ മുഴുവനായിട്ട് ആ വെളുത്തുള്ളിയുടെ സ്മെല്ലായിട്ടുണ്ട്. ഇനി ഞാൻ ഈ കയ്യിലെ വെളുത്തുള്ളിയുടെ സ്മെല്ലൊന്ന് കളയട്ടെ. ഈ ഒരു സ്പൂൺ വെച്ചിട്ടാട്ടോ ഞാൻ ഈ ഒരു സ്മെല്ല് കളയാൻ പോണേ. വേറെ ഒന്നും വേണ്ട. കൈ ഈ വെള്ളത്തിലൊന്ന് ഇട്ടിട്ട് ഈ സ്പൂൺ കൊണ്ട് നല്ല പോലെ ഒന്ന് മുഴുവനായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. ടാപ്പിലാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ളം തുറന്നിട്ടിട്ട് വേണം ഈ സ്പൂൺ കൊണ്ട് ഇങ്ങനെ റബ്ബ് ചെയ്യാൻ. ഇതുപോലെ സ്റ്റീലിന്റെ സ്പൂൺ തന്നെ എടുക്കണം. ഇനി സ്പൂൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീലിന്റെ ബൗളോ ഗ്ലാസ്സോ ഒക്കെ യൂസ് ചെയ്യാം. സ്റ്റീലായിരിക്കണം എന്നേ ഉള്ളൂ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കൈ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കയ്യിൽ ആ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ടുണ്ടാവും. വേറെ ഹാൻഡ് വാഷോ സോപ്പോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ എൻ്റെ കൈ ഒന്ന് വാഷ് ചെയ്തെടുത്തു. ഇപ്പൊ ആ ഒരു ഗാർലിക്കിന്റെ സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. ഇത്രയാണ് ഇന്നത്തെ ടിപ്സ്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിക്കണേ, യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലെ പുതിയ എന്തെങ്കിലും ടിപ്സൊക്കെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.